നമസ്കാരം സുഹൃത്തുക്കളെ, എം ഹബീബി യമ്മിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഗായ്സ്, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഔഹാല ഫോർട്ടിലേക്കാണ്. ഈ ഫോർട്ടിൻ്റെ ഓപ്പറേറ്റിംഗ് അവേഴ്സ് സാറ്റർഡേ ടു തേഴ്സ്ഡേ 8 AM to 6:30 PM ആണ്. ഫ്രൈഡേ 2:30 to 6:30 PM ആണ്. ഔഹാല ഫോർട്ടിൻ്റെ എന്നോട് ചേർന്നിട്ടുള്ള സൈഡിൽ മറ്റൊരു കെട്ടിടത്തിൽ ഈ കാണുന്ന ഹാറ്റുകളും क्या है एक्चुअली भाई? वो राउंड पे वो क्या बनाया है? ये वो लोग पहला वाला जमाना में उधर गावा चाय ये रखता है ना. हाँ ओके, टेबल मैट उसका. हाँ ഓക്കെ ഫൈൻ. പണ്ട് കാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന ടേബിൾ മാറ്റാണെന്നാണ് പറയുന്നത്. അതായത് ഗാവ അങ്ങനത്തെ അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഇവരുടെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്ന ആ ഒരു ടേബിൾ മാറ്റാണെന്നാണ് അവർ പറയുന്നത്. ഈ ഫോർട്ടിനോട് ചേർന്നുള്ള ഈ കെട്ടിടത്തിനകത്താണ് നമ്മളിപ്പോൾ പറഞ്ഞ ഈ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഈ കാണുന്നതാണ് ഔഹാല ഫോർട്ട്. ഈ ഫോർട്ടിനകത്തോട്ട് നമുക്ക് കയറാം. അതിന് മുമ്പിൽ തന്നെയായിട്ട് പഴയ കാലത്ത് ഒരു പീരങ്കി അവർ വെച്ചിട്ടുണ്ട്, കാണാമല്ലോ അല്ലേ? ഇതോ ഇനി നമ്മൾ നേരെ ഫോർട്ടിനകത്തോട്ട് പോവാണ്. നമുക്കിവിടെ കാണാം ഔഹാല ഫോർട്ടാണ്. ഈ ഫോർട്ടിനകത്തോട്ട് കയറുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് ഇവിടുത്തെ പണ്ട് കാലത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന തോക്കും കാര്യങ്ങളാണ്. അപ്പോൾ പണ്ട് കാലത്തുള്ള തോക്കാണ്. അമ്പാ, എന്താ വെയിറ്റ് എന്നറിയാം തോക്കിന്? എൻ്റെ അമ്പൂ, നല്ല വെയിറ്റുള്ള തോക്കുണ്ടോ? പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന തോക്കാണ്. ഇതെങ്ങനെയാണെന്ന് ലോഡ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം. ഇതെങ്ങനെയാണ് അവർ ഉപയോഗിച്ചിരുന്നതെന്ന്. അതായത് ഈ തോക്കിൻ്റെ മുകളിൽ ഒരു ലോക്ക് ഉണ്ട്, കാണാമല്ലോ അല്ലേ? ഈ ലോക്ക് നമ്മൾ നേരെ മുകളിലേക്ക് തുറന്നു. അപ്പോൾ ഈ ലോഡ് ചെയ്യുന്ന ഈ ട്രിഗർ ഫ്രീ ആവും. അത് കഴിഞ്ഞതിന് ശേഷം ഇത് വലിച്ച് തുറന്നാൽ നമുക്കിവിടെ തിര ഇടാൻ പറ്റും. ഈ ബുള്ളറ്റ് പണ്ട് കാലത്ത് തിര ഇതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇത് തിരിച്ച് വീണ്ടും അതേ സ്ഥലത്തേക്ക് കൊണ്ടുവന്നിട്ട് ശേഷം ഒന്ന് ലോഡ് ചെയ്ത് താഴേക്ക് ലോക്ക് ചെയ്യണം. അതിനുശേഷം വീണ്ടും നേരത്തെ പോലെ ലോക്ക് അടച്ച് ഇത് റിട്ടേൺ അടിക്കില്ലെന്ന് ഉറപ്പ് വരുത്തണം. അതിനുശേഷം നമുക്ക് വേണ്ട ലക്ഷ്യസ്ഥാനത്തേക്ക് നോക്കിയാൽ ട്രിഗർ വലിക്കാം. ഇത്രയേ ഉള്ളൂ ഈ തോക്കിൻ്റെ ഉപയോഗം. പക്ഷേ ഇത് പണ്ട് കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചൊരു തോക്കാണ്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒന്ന് ട്രയൽ ചെയ്യാൻ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതണു. അതുപോലെ ഒന്നിലധികം തോക്കുകൾ ഇവിടെ കാണാം നമുക്ക്. ഇതാണ്ട മറ്റൊരു തോക്ക്. ഇത് നേരത്തെ തോക്കിൻ്റെ പോലെയല്ല, ഇതിന് മറ്റൊരു ഷേപ്പ് തന്നെയാണ് ആക്ച്വലി. ഇത് പൈപ്പിനൊക്കെ ഭയങ്കര വെയിറ്റാണ് അതിൻ്റെ. ഇത് മറ്റൊരു തോക്കാണ്. പണ്ട് കാലത്ത് വാളാണ് സംഭവം. ദൈവമേ, അറിയില്ല, ഇത് പണ്ട് കാലത്ത് യുദ്ധത്തിന് ഉപയോഗിച്ചിരുന്ന വാളായിരിക്കണം. കാണല്ലോ അല്ലേ? ആദ്യമായിട്ടാണ് ഞാൻ ഇതൊരു വാള് പിടിക്കുന്നത് തന്നെ. പണ്ട് കാലത്തും അത് യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ച വാളൊക്കെ പിടിക്കാന്ന് വെച്ചാൽ വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. ഓക്കെ, സംഭവം പൊളിയാണ്. നമ്മുടെ നാട്ടിലൊക്കെ പഴശ്ശിരാജാവൊക്കെ ഉപയോഗിച്ചെന്ന് പറയില്ലേ, അതുപോലെ ഇവിടുത്തെ പണ്ടത്തെ ഷെയ്ഖുമാർ ഉപയോഗിച്ച വാളാണ്. സൂക്ഷിക്കണോ, ഇരുതില വാളെന്നൊക്കെ പറയില്ലേ, അതുപോലെ പിടിക്കുമ്പോഴല്ല ഒരു ഫീലിംഗ് വേറെയാണ്. യുദ്ധത്തിന് ഉപയോഗിച്ച വാളും അത് പണ്ട് കാലത്തുള്ള വാളൊക്കെ നമ്മുടെ കൈ പിടിക്കാന്ന് പറയുമ്പോൾ ഒരു ഫീലിംഗ് വേറെയാണ്. ഈ വാളൊക്കെ നമ്മുടെ കയ്യിൽ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഭാഗ്യം തന്നെ പറയാം. കാരണം ഇതുപോലെയൊക്കെ ഒരു പഴയ ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടൊരു വാളാണത്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ നമുക്കൊന്ന് പിടിക്കാൻ കിട്ടുക അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉപയോഗിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ സംതിങ് ഒരു ലക്ക് കൂടിയാണ്. കാണാമല്ലോ അല്ലേ? ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഫോർട്ടിൽ വരാണെങ്കിൽ ഈ തോക്കും ഈ വാളൊക്കെ ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം എങ്ങനെയാണെന്നുള്ളത്. ഇവിടെ കിണർ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ പണ്ടൊക്കെ ഫലാജിതൊക്കെ വിളിച്ചിരുന്നില്ലേ, അതുപോലെയുള്ള കിണറാണെന്ന് തോന്നുന്നു. നേരെ മുമ്പിൽ ഗ്രിൽഡ് ആയിട്ട് കിണർ നമുക്ക് കാണാം. മാക്സിമം നമ്മുടെ പ്രൊട്ടക്ഷൻ വേണ്ടി ചെയ്തേക്കണമായിരിക്കണം ഗ്രില്ല്. എന്താണ് സംഭവം നമുക്ക് നോക്കാം. സംഭവം കിണറ്റിൽ വെള്ളമൊന്നുമില്ല, നമുക്ക് ഇതിൻ്റെ അടി കാണാം. പണ്ട് കാലത്ത് അവർ നിർമ്മിച്ച കിണറായിരിക്കണം വെള്ളത്തിനൊക്കെ വേണ്ടി. അപ്പോൾ ഇതാണ് ഈ കോട്ടയുടെ ഉൾഭാഗം. നമ്മൾ ഈ കോട്ടയുടെ മുകളിൽ വാച്ചിങ് ടവർ എന്ന് പറയില്ലേ, ഈ സംഭവത്തിൻ്റെ മുകളിൽ നമുക്കൊന്ന് കയറാൻ പറ്റുമോ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് കോട്ടയിൽ കയറിയിട്ട് ആ മെയിൻ എൻട്രൻസിൻ്റെ റൈറ്റ് സൈഡിൽ കൂടെ മുകളിലേക്ക് കയറാനൊരു വഴിയുണ്ട്. അതിൽ നമ്മൾ മുകളിലേക്ക് ഒന്ന് കയറി വെക്കാൻ പോവാണ്. ഇതാണ് സംഭവം. മുകളിലേക്ക് കയറി നമ്മൾ ഇനി ഇവിടെ നിന്നാൽ പോലും നമുക്ക് കിട്ടുന്നൊരു വ്യൂ എന്താണെന്ന് നോക്കാം. ആദ്യത്തെ നിലയുടെ മുകളിൽ കയറിയപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അതുപോലെ നമുക്കിനി
ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുമെന്ന് നോക്കാം, അറിയില്ല. അവിടെ ഒരു ചെറിയൊരു ഡോർ ഇവിടെ ഉണ്ട് കേട്ടോ, നമുക്കിതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട്. ഇതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ഒരു വ്യൂ ഇതാണ്. നമ്മൾ വാച്ച് ടവറിൻ്റെ ഉള്ളിലേക്ക് കയറാണ്. ഇതാ, അയ്യോ അടിപൊളി. ഇതിൻ്റെ സെൻറ്റർ കണ്ട, സെൻറ്ററിലൊരു തൂണ് നിൽക്കണു, മുകളിൽ കണ്ട മരം കൊണ്ട് നല്ല ഭംഗിയിലാണ് ചെയ്തേക്കുന്നത്. അതിന് ചുറ്റും ഈന്തപ്പനയുടെ തന്നെ ഓല വെച്ചിട്ടാണ് ഒരു ഫ്ലോർ ചെയ്തേക്കണത്. ഇതും ഈന്തപ്പനയാണോ അതോ മറ്റു വല്ല മരമാണോ എന്നറിയില്ല, കണ്ടിട്ട് ഈന്തപ്പന തന്നെയാന്ന് തോന്നുന്നു. മൂത്ത ഈന്തപ്പന മുറിച്ചെടുത്താണ് അവർ ഈ ഇതിനൊരു ബേസ് ഉണ്ടാക്കിയിരിക്കുന്നത്, ഫ്രെയിമിൽ. കൊള്ളാം. ഇവിടെ ഒരു മുകളിൽ കയറി പോകാനായിട്ടൊരു സ്റ്റെയർ കേസ് ഉണ്ട്. ഇതിൽ നമുക്കൊന്ന് കയറി നോക്കാം എവിടെയും വരെ പോകാൻ പറ്റുന്നുള്ളത്. കേട്ടോ, ഫോർട്ടിൻ്റെ മുകളിലേക്ക് എത്തി. അയ്യോ, ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ എന്ത് കാറ്റാ, അടിപൊളി. കാണാമല്ലോ അല്ലേ? ഓ, സൺസെറ്റ് തുടങ്ങാൻ പോണു, അടിപൊളി. ഈ വാച്ച് ടവറിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്നൊരു വ്യൂ ആണത്. ഇവിടുത്തെ കാറ്റ് കണ്ടില്ലേ, ഫ്ലാഗ് കടന്ന് ഇങ്ങനെ പറക്കുന്നത്. ഇതാണ് നമ്മുടെ പോറ്റമ്മയുടെ ഫ്ലാഗ്. സുഹൃത്തുക്കളെ, അങ്ങനെ ഔഹാല ഫോർട്ടിൻ്റെ വിശേഷങ്ങൾ ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും എം ഹബീബി യം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരും വരെ മാസ്സലാമ. Yum Habibi Yum. Subscribe to that channel and leave a comment.